നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. NHS ട്രാൻസ്വുമൻ രോഗികളുടെ മാർഗനിർദ്ദേശത്തിൽ മാറ്റം വരുത്തേണ്ടി വരുമെന്ന് ഇക്വാലിസ് വാച്ച് ഡോഗ്. UK സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയെ തുടർന്ന് NHS ട്രാൻസ്വുമൻ രോഗികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുതുക്കണമെന്ന് ഇക്വാലിറ്റീസ് വാച്ച് ഡോഗ് അറിയിച്ചു. 2010 തുല്യതാ നിയമത്തിലെ വനിത എന്ന പദം ജനനസമയത്ത് ബയോളജിക്കൽ സെക്സ് അടിസ്ഥാനമാക്കിയാണെന്ന് കോടതി ഏകകണ്ഠമായി വിധിച്ചു. ഇതനുസരിച്ച് ജെൻഡർ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റുള്ള ട്രാൻസ് വുമന്മാർക്ക് വനിതകൾക്കായുള്ള ആശുപത്രി വാർഡുകളിൽ പ്രവേശനം അനുവദിക്കേണ്ടതില്ല. നിലവിൽ NHS മാർഗനിർദ്ദേശങ്ങൾ ട്രാൻസ് വ്യക്തികളെ അവരുടെ വേഷവിധാനവും ഉപയോഗിക്കുന്ന പേരും അനുസരിച്ച് വാർഡുകളിൽ ഉൾപ്പെടുത്താൻ അനുവദിക്കുന്നു. എന്നാൽ ഈ വിധി ഈ നയം റദ്ദാക്കും. ട്രാൻസ് വുമന്മാർക്ക് വനിതകൾക്കായുള്ള ടോയ്ലറ്റുകൾ, ചേഞ്ചിങ് റൂമുകൾ, കായിക മത്സരങ്ങൾ എന്നിവയിൽ പ്രവേശനം നിഷേധിക്കാനും ഇത് ഇടയാക്കും. എന്നാൽ ഈ വിധി ട്രാൻസ് സമൂഹത്തിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. തുല്യതാ നിയമം ട്രാൻസ് വ്യക്തികൾക്ക് വിവേചനത്തിനെതിരെ പരിരക്ഷ നൽകുന്നുണ്ടെങ്കിലും ഈ വിധി അവരുടെ അവകാശങ്ങളെ പരിമിതപ്പെടുത്തുമെന്ന് വിമർശകർ ആശങ്കപ്പെടുന്നു. ലോകത്തിന് വിശ്വാസവും പ്രതീക്ഷയും സ്നേഹവും ആവശ്യമാണെന്ന് കിങ് ചാൾസ് ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞു. കിങ് ചാൾസ് തന്റെ 2025 ഈസ്റ്റർ സന്ദേശത്തിൽ മനുഷ്യത്വത്തിന്റെ ഇരുവശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചു. മനുഷ്യർക്ക് വലിയ ക്രൂരതയും അതുപോലെ വലിയ ദയയും പ്രകടിപ്പിക്കാൻ കഴിവുണ്ടെന്ന് ഈസ്റ്റർ ആഘോഷത്തിന്റെ ഭാഗമായി ഡർഹാം കത്തീഡ്രലിൽ നടന്ന റോയൽ മൗണ്ടി സർവീസിന് മുന്നോടിയായുള്ള സന്ദേശത്തിലാണ് അദ്ദേഹം വിശ്വാസം, പ്രതീക്ഷ, സ്നേഹം എന്നീ 3 മുഖ്യ ഗുണങ്ങളുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞത്. ദൈവം ലോകത്തെ സ്നേഹിച്ചതിൻ്റെ സന്ദേശമാണ് ഈസ്റ്റർ എന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാഴാഴ്ച തൻ്റെ പ്രായം സൂചിപ്പിക്കുന്ന 76 സ്ത്രീകൾക്കും 76 പുരുഷന്മാർക്കും ചുവപ്പും വെള്ളയും പേഴ്സിൽ മൗണ്ടി മണി വിതരണം ചെയ്തു. ഈസ്റ്ററും വിഷുവും ആഘോഷിക്കാനൊരുങ്ങി ഹെംസ്റ്റഡ് മലയാളി സമൂഹം. 2025 മെയ് 25 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഹീത്ത് ലൈനിൽ വാട്സ്ഫോർഡ്, ലൂട്ടൺ, ഹെമൽ, ഹെംസ്റ്റഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മലയാളി സമൂഹം ഒത്തുചേർന്ന് ഈസ്റ്ററും വിഷുവും ആഘോഷിക്കുന്നു. സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ആഘോഷത്തിൽ വർണ്ണാഭമായ പറവൂർ കേശവൻ മാമൻ സ്റ്റേജ് ഷോയാണ് പ്രധാന ആകർഷണം. കലാപരിപാടികളും സാംസ്കാരിക വിരുന്നുമൊരുക്കി മലയാളികളുടെ ഐക്യവും സൗഹാർദ്ദവും പ്രകടിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സംഘാടകർ ക്ഷണിച്ചിട്ടുണ്ട്. ഈ പരിപാടിക്ക് സ്പോൺസർമാരെ ആവശ്യമുണ്ടെന്നും സാമ്പത്തികമായോ സാങ്കേതികമായോ സഹായിക്കാൻ തയ്യാറുള്ളവർ സംഘാടകരുമായി ബന്ധപ്പെടണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മലയാളി സമൂഹത്തിന്റെ ഈ സ്നേഹ സമാഗമത്തിൽ പങ്കുചേർന്ന് ഈസ്റ്ററിന്റെയും വിഷുവിന്റെയും സന്ദേശങ്ങൾ പങ്കുവയ്ക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. എല്ലാ കഫേകളും അടച്ചുപൂട്ടി 3000 ജോലികൾ വെട്ടിക്കുറച്ചതോടെ സെയിൻസ്ബറീസിന്റെ ലാഭം £1 ബില്യൺ കവിഞ്ഞതായി റിപ്പോർട്ടുകൾ. വിപണിയിൽ മത്സരം കൂടുതൽ കടുപ്പമാകുന്നതിനാൽ സൂപ്പർ മാർക്കറ്റുകൾ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വിലകൾ കുറയ്ക്കുകയാണ്. ഇത് ഷോപ്പർമാർക്ക് ഗുണം ചെയ്യുമെങ്കിലും കമ്പനികൾക്ക് വരുമാനത്തിൽ കുറവുണ്ടാകാം. വിലയിലുണ്ടാക്കുന്ന ഈ മത്സരം മൂലം ചിലവുകൾ കൂടുന്നതിനാൽ സൂപ്പർ മാർക്കറ്റുകൾക്ക് പ്രവർത്തന ചെലവ് നിയന്ത്രിക്കേണ്ടതുണ്ട്. കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ ഗുണനിലവാരം നിലനിർത്തേണ്ടതും പ്രധാനമാണ്. മത്സരത്തിന്റെ ഭാഗമായി ഓഫറുകളും ഡിസ്കൗണ്ടുകളും വർദ്ധിക്കുന്നത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ലാഭകരമാണ്. ജനുവരിയിൽ സെയിൻസ്ബറി തങ്ങളുടെ എല്ലാ സ്റ്റോറുകളിലെയും കഫേകൾ അടച്ചുപൂട്ടാൻ പദ്ധതിയിടുന്നതായി പ്രഖ്യാപിച്ചതിനു ശേഷം 3000 പേർക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. കെന്റ് റീജിയൻ ക്നാനായ കൺവെൻഷൻ ഏപ്രിൽ 26 വിസ്പെളിൽ. ഇംഗ്ലണ്ടിലെ ഉദ്യാന നഗരിയായ കെന്റിലെ ക്നാനായ മക്കളുടെ വാർഷിക കൺവെൻഷൻ ഏപ്രിൽ 26 നടക്കുന്നു. UK KCAയുടെ കെന്റ്, ഈസ്റ്റ് സസെക്സ്, മെയ്ഡ്സ്റ്റോൺ, മെഡ്വേ, ഹോഷം ആൻഡ് ഹെവാർഡ് ഹീത്ത് യൂണിറ്റുകളാണ് കെന്റ് റീജിയനിൽ ഉൾപ്പെടുന്നത്. എല്ലാ വർഷവും നടക്കുന്ന റീജിയണൽ കൂട്ടായ്മയിൽ കെന്റിലെ ക്നാനായ മക്കൾ ഒന്നടങ്കം ആവേശത്തോടെ പങ്കെടുക്കാറുണ്ട്. ഏപ്രിൽ 26 വിസ്പെളിൽ വെച്ചാണ് കെന്റ് റീജിയണൽ ഒത്തുചേരൽ നടക്കുന്നത്. 2 മണിക്ക് ഫാദർ മനു കൂന്താനിക്കൽ അർപ്പിക്കുന്ന ദിവ്യബലിയോടെ റീജിയണൽ കൂട്ടായ്മയ്ക്ക് തുടക്കമാവും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ റീജിയൻ പ്രസിഡന്റ് സിജു ചാക്കോ അധ്യക്ഷത വഹിക്കും. റീജിയണൽ പരിപാടിക്ക് മാറ്റുകൂട്ടാൻ യൂണിറ്റുകളിൽ വിവിധ കലാപരിപാടികളുടെ പരിശീലനം നടത്തിവരുന്നു. ക്നാനായ സിംഗർ സിജിൻ ഒളശ്ശയുടെ സംഗീത നിശ പരിപാടിക്ക് മാറ്റുകൂട്ടും. തനിമയും പാരമ്പര്യവും കൈവെടിയാതെ കാത്തുസൂക്ഷിച്ച് തലമുറകൾക്കേകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് കെന്റിലെ മക്കൾ റീജിയണൽ കൺവെൻഷനായി കാത്തിരിക്കുന്നു.
സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ് തേടുന്ന രോഗികൾക്കായി 20 പൗണ്ട് ക്ലെയിം ചെയ്യാൻ അനുവദിക്കുന്ന പുതിയ പദ്ധതി ആരംഭിച്ചു. ഇംഗ്ലണ്ടിലെ NHS സംവിധാനത്തിൽ GP ഓരോ പുതിയ രോഗികൾക്കായി സ്പെഷ്യലിസ്റ്റ് ഉപദേശം നൽകുമ്പോൾ 20 പൗണ്ട് ക്ലെയിം ചെയ്യാൻ അനുവദിക്കുന്ന ഒരു പുതിയ പദ്ധതി ആരംഭിച്ചു. ഈ പദ്ധതിയുടെ ലക്ഷ്യം ആശുപത്രി വെയിറ്റിംഗ് ലിസ്റ്റുകൾ കുറയ്ക്കുക എന്നതാണ്. ഡോക്ടർമാർ രോഗികളെ നേരിട്ട് ആശുപത്രിയിലേക്ക് അയക്കാതെ ഹെൽത്ത് ക്ലിനിക്കുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അധിഷ്ഠിത സ്പെഷ്യലിസ്റ്റുകളിലേക്ക് റഫർ ചെയ്യുമ്പോൾ ഈ തുക ലഭിക്കും. 80 മില്യൺ പൗണ്ട് മുതൽ മുടക്കുള്ള ഈ അഡ്വൈസ് ആൻഡ് ഗൈഡൻസ് പദ്ധതി 2025-26 20 ലക്ഷം രോഗികളെ ആശുപത്രി വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് കുറവ് വരുത്താൻ ലക്ഷ്യമിടുന്നു. ഈ സംരംഭം രോഗികൾക്ക് അവരുടെ വീടിനടുത്തുള്ള സൗകര്യങ്ങളിൽ ചികിത്സ ലഭ്യമാക്കുകയും അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. NHS ഇംഗ്ലണ്ടിൽ 7.4 മില്യൺ ചികിത്സകൾക്കായി 6.24 മില്യൺ രോഗികൾ കാത്തിരിക്കുന്നതിനാൽ ഈ പദ്ധതി സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.